നമസ്തേ. മക്കളൊക്കെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ബാലിയുടെയും സുഗ്രീവന്റെയും കഥകള് അവരുടെ കേൾക്കാൻ വേണ്ടിട്ടല്ലേ? അതെ അതെ. അപ്പോ കിഷ്കിന്ധയില് ഋഷരജസിന്റെ കൂടെ ഈ രണ്ട് ബാലിയും സുഗ്രീവനും എന്ന് പറഞ്ഞ വാനരശ്രേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും, ബാലിയുടെ ഭാര്യയായ താരയും സുഗ്രീവന്റെ ഭാര്യയായ രുമയും, അങ്ങനെ ബാലിക്ക് അങ്കദൻ എന്ന് പറഞ്ഞൊരു പുത്രനുമായിട്ട് അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. ആ സമയത്ത് ഋഷരജസ് മരണമടഞ്ഞു. ഋഷരജസ് മരണമടഞ്ഞപ്പോ കിഷ്കിന്ധയിൽ അടുത്ത രാജാവായി ബാലിയെ അവരോധിച്ചു. അങ്ങനെ ബാലിയും അനുജനുമായിട്ട് അങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്ത് മായാവി എന്ന് പറയുന്ന ഒരു രാക്ഷസൻ, അയാൾ കുറെ നാളായിട്ട് ഈ ബാലിയെ എടുത്ത് ഭയങ്കര വൈരാഗ്യം, ബാലിയെ വകവരുത്തണം. അതായത് ബാലിക്ക് ഒരു ഗുണം ദേവന്മാര് കൊടുത്തിട്ടുള്ള ഒരു വരം കൊണ്ട് തന്റെ മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിന്റെ പകുതി ശക്തിയൂടെ ബാലിക്ക് കിട്ടും. അങ്ങനെ ഏക ഛത്രാധിപനായിട്ട് അങ്ങനെ ബാലി വാഴുകയാണ്. അവിടെയൊക്കെ എല്ലാ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അടക്കി ഭരിച്ച് അങ്ങനെ കഴിയുകയാണ്. ആ സമയത്താണ് ഈ മായാവിക്ക് ബാലിയെ ഒന്ന് തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ അർദ്ധരാത്രിയില് മായാവി കിഷ്കിന്ധയിലെ കൊട്ടാരത്തിന്റെ അടുത്ത് വന്ന് നിന്ന് റോന്ത് ചുറ്റി അവിടെ നിന്നുകൊണ്ട് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ആദ്യമൊക്കെ താരയും ഒക്കെ പറഞ്ഞു വേണ്ട, പോവണ്ടെന്ന് പറഞ്ഞു. അതല്ല, ഞാൻ പോവും, വീരനാണല്ലോ. ആ വീരനായ ബാലി അങ്ങനെ തിരിഞ്ഞു നിൽക്കത്തില്ലല്ലോ. അങ്ങനെ ബാലി ഇറങ്ങി വന്നപ്പോ സുഗ്രീവനും കൂടെ വന്നു. അങ്ങനെ ഇയാള് മായാവി കുറേ ദൂരം പോയി ഓടി, ബാലിയെ കണ്ടോണ്ട് ഓട്ടം തുടങ്ങി. ബാലിയും സുഗ്രീവനും പുറകെ ഓടി. അങ്ങനെ ഓടി അവസാനം മായാവി ഒരു ഗുഹയ്ക്കകത്ത് എന്ന് കയറി. അപ്പോ ബാലി സുഗ്രീവനോട് പറഞ്ഞു, അനുജ, തമ്പി എന്നാണ് വിളിച്ചത്, അനുജ നീ ഇതിന്റെ മുമ്പിൽ നിൽക്കണം. ഞാന് അകത്ത് കയറി അവനെ കൊല്ലും. അവനാണ് മരിക്കുന്നതെങ്കിൽ, അതായത് ആ മായാവിയായ രാക്ഷസനാണ് മരിക്കുന്നതെങ്കിൽ ഈ ഗുഹാ കവാടത്തിൽ പാലൊഴുകി വരും. ഞാനാണ് മരിക്കുന്നതെങ്കിൽ, അതായത് ബാലിയാണ് മരിക്കുന്നതെങ്കിൽ രക്തം ഒഴുകി വരും. അപ്പോ നീ എന്ത് ചെയ്യണം? ഞാനാണ് മരിക്കുന്നതെങ്കിൽ രക്തം ഒഴുകി വരുമ്പം നീ ഗുഹാമുഖം അടച്ച് ഉറപ്പിച്ചിട്ട് തിരിച്ച് കിഷ്കിന്ധയിൽ ചെന്ന് രാജാവായിട്ട് വാണുകൊള്ളുക എന്ന് പറഞ്ഞു. ശരി, സുഗ്രീവൻ സമ്മതിച്ചു. അങ്ങനെ ബാലി ഈ മായാവിയുടെ കൂടെ ഗുഹയ്ക്കകത്ത് കയറി. 1 വർഷമായി ബാലിയെ കാണാനില്ല. അങ്ങനെ ഇരുന്നപ്പോണ്ട് ഗുഹാമുഖത്ത് കൂടി രക്തം ഒഴുകി വരുന്നു. ഈ രക്തം ഒഴുകി വരുന്നപ്പോ ചേട്ടൻ മരിച്ചു എന്നല്ലേ കരുതേണ്ടത്. അപ്പൊ ഭയങ്കര സങ്കടമായി സുഗ്രീവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഗുഹാമുഖമൊക്കെ അടച്ചുറപ്പിച്ചിട്ട് കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയുടെ ഭാര്യ താരയും മകനായ അങ്കദനും രുമയും ഒക്കെ ആയിട്ട് അങ്ങനെ താമസിക്കാൻ തുടങ്ങി. താമസിക്കുകയല്ല, രാജാവായിട്ട് വാഴാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം കൊണ്ട് ബാലി പ്രത്യക്ഷപ്പെട്ടു. ബാലി എത്തിയിട്ട് സുഗ്രീവനോടങ്ങ് വൈരാഗ്യമായി. കാരണം തന്നെ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരാതെ അടച്ചുറപ്പിച്ചിട്ട് ഇവിടെ വന്ന് ഭരിക്കാൻ വേണ്ടി, കിഷ്കിന്ധ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ ചെയ്ത വേലയാണ് ഇതെല്ലാം എന്ന് സുഗ്രീവനെ തെറ്റിദ്ധരിച്ചു. ബാലി സുഗ്രീവനെ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ നിസ്സഹായനായിരുന്നു സുഗ്രീവൻ. സുഗ്രീവൻ തെറ്റൊന്നും ചെയ്തില്ല. ആ രാക്ഷസൻ കാണിച്ച മായ കൊണ്ടാണ് തെറ്റായി പോയത്. അങ്ങനെ സുഗ്രീവനെ അവിടുന്ന് ആട്ടിപ്പായിച്ചപ്പോ ഋഷിമുഖാചലം എന്ന് പറയുന്ന പർവ്വതത്തില് സുഗ്രീവൻ വന്ന് അഭയം തേടി. അവിടെ ബാലിക്ക് വരാൻ പറ്റില്ല. കാരണം പണ്ട് മദംഗമുനി എന്ന് പറയുന്ന ഒരു മഹർഷി ബാലിയെ ശപിച്ചിട്ടുണ്ട്. ഈ ഋഷിമുഖാചലത്തിലേക്ക് വന്നാൽ
ബാലിയുടെ തല പൊട്ടിത്തെറിച്ചു പോകും. അതുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല. എങ്കിലും സുഗ്രീവനോടുള്ള വൈരാഗ്യം കൂടി വന്നു ആ ബാലി അങ്ങനെ ഇരിക്കുമ്പം ഈ 4 സമുദ്രവും ചാടി കടന്ന് 4 പ്രാവശ്യം ചാടി 4 ദിക്കിലും ചെന്ന് അവിടെ സ്നാനം ചെയ്ത് അവിടെ ഇരുന്ന് ധ്യാനമൊക്കെ ചെയ്തിട്ട ബാലി തിരിച്ച് കിഷ്കിന്ധയിൽ വരുന്നത്. ഈ 4 സമുദ്രവും ചാടി കടക്കുന്ന സമയത്ത് ഈ ബാലി എന്ത് ചെയ്യുമെന്നറിയോ? ഒറ്റ ചാട്ടത്തിനാണ് അടുത്ത കരയിലെത്തുന്നത്. അതിന്റെ അടുത്ത ചാട്ടത്തിനടുത്ത് ഈ ഓരോ പ്രാവശ്യവും ചാടി വരുമ്പം ഋഷിമുഖാചലത്തിൽ ഇരിക്കുന്ന സുഗ്രീവന്റെ തലയിൽ ഒരു ചവിട്ടി താർത്തി കുതിച്ചു വരും. മനസ്സിലായോ? അത്ര ദേഷ്യം. അപ്പൊ ഈ ഓരോ പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്ന ഈ പ്രക്രിയയിൽ സാഹികെട്ട് സുഗ്രീവൻ എന്ന് ഓർത്തിയില്ല. അപ്പൊ സുഗ്രീവന്റെ സന്തക സഹചാരിയും മന്ത്രിയുമായിരുന്നു ഹനുമാൻ. എങ്ങനെയാണ് സുഗ്രീവനെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളത് ഹനുമാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റവാളി അല്ലല്ലോ സുഗ്രീവൻ, പക്ഷേ ബാലി തെറ്റിദ്ധരിച്ചതല്ലേ. ഇങ്ങനെ ഓരോ ദിവസവും സുഗ്രീവന്റെ തലയിൽ ആഞ്ഞ് ചവിട്ടി മറുകര ചാടി പോയി സ്നാനവും പ്രാർത്ഥനയും കഴിഞ്ഞ് കിഷ്കിന്ധയിലെത്തും. അപ്പൊ ഒരു ദിവസം ബാലി സുഗ്രീവന്റെ തലയിൽ ആഞ്ഞ് ചവിട്ടുന്ന സമയത്ത് ഹനുമാൻ ഇയാളുടെ അരക്കെട്ടിന് പിടിച്ചിട്ട് ഇയാളെ ഋഷിമുഖാചലത്തില് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇയാൾ ചത്തുപോകുമല്ലോ. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ബാലി ബലവാനല്ലേ, പിടിച്ച ഹനുമാന്റെ പകുതി ബലം കൂടെ ബാലിക്ക് കിട്ടിയില്ലേ. ബാലി ഹനുമാനെ കൊണ്ട് എങ്ങനെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഹനുമാനെ പരാജയപ്പെടുത്താന്ന് പറഞ്ഞ് രണ്ടുപേരും പിടിയും വലിയായി. ഹനുമാൻ പിടി വിടുന്നുമില്ല, പിന്നെ ബാലിക്ക് ഹനുമാനെ കൊണ്ട് പോകാനും പറ്റുന്നില്ല, ഇരട്ടി ശക്തിയായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സഖ്യം ചെയ്തു. മേലാൽ സുഗ്രീവനെ ഉപദ്രവിക്കാൻ പാടില്ല, ബാലിയെ നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനെ സുഗ്രീവനും ബാലിയും ഹനുമാനും കൂടെ സഖ്യം ചെയ്തു. അങ്ങനെ അവിടെ ഇരിക്കണ കിഷ്കിന്ധയിൽ പോയി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇത്രയും ബലവാനായ ബാലിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാവണനൊരാഗ്രഹം. ഇങ്ങനെ എല്ലായിടത്തും ജയിച്ച് ഏകഛത്രപതിയായി വാഴാൻ പോകുന്ന ബാലിയെ വധിച്ചില്ലെങ്കിൽ തനിക്കും ദോഷമായി തീരും രാവണൻ വിചാരിക്കുന്നു. ഇപ്പൊ രാവണൻ വിചാരിച്ചു ഒരു ദിവസം പോയി ഈ ബാലിയെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഈ കിഷ്കിന്ധയില് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ബാലിയുടെ മന്ത്രി എന്ന് പറയുന്നത് താരൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനായിരുന്നു. അപ്പൊ താരൻ വന്നു പറഞ്ഞു, ബാലി ഭയങ്കര ബലവാനും വളരെ ശക്തനുമാണ്, ബാലിയെ തോപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് മിണ്ടാതെ തിരിച്ചു പോന്ന് പറഞ്ഞു. രാവണ അതൊന്നും കേട്ടില്ല. അപ്പം ബാലി രാവിലെ പ്രഭാതത്തില് സ്നാനത്തിന് ധ്യാന ജപത്തിനുമായിട്ട് തെക്കേ കരയിലെത്തി. അവിടെ ഇങ്ങനെ സ്നാനം കഴിഞ്ഞ് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം രാവണൻ പുറകിൽ വന്ന് നിന്നിട്ട് പുറകിൽ വന്ന് കുത്തിയിരുന്നത് ഇവന്റെ വാലി പിടിച്ചവനെ അടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഇരുന്നപ്പോ ബാലിക്ക് അത് മനസ്സിലായി, രാവണൻ പുറകിലുണ്ടെന്നും മനസ്സിലായി. ബാലി എന്ത് ചെയ്തു? തന്റെ വാലങ്ങോട്ട് നീട്ടിയിട്ട് കൊടുത്തു. പിടിക്കാൻ ഇനി ആയാസപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ് വാല് നീട്ടിയിട്ട് കൊടുത്തു. വാലിങ്ങനെ നീട്ടിയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ വാല് കൊണ്ട് രാവണന് ശരീരം മുഴുവൻ ചുറ്റി അങ്ങ് വരിഞ്ഞു. അങ്ങനെ ചുറ്റി വരിഞ്ഞപ്പോൾ രാവണൻ കയറുകൊണ്ട് കെട്ടിയ ഒരു വിറക് കഷ്ണമായിട്ട് അങ്ങ് മാറി. എന്നിട്ട് എന്ത് ചെയ്തു? ബാലി ഒറ്റ ചാട്ടം അടുത്ത ദിക്കിലേക്ക് ചാടിയിട്ട് നേരെ സമുദ്രത്തിലങ്ങ് മുങ്ങി. സമുദ്ര സ്നാനം കഴിഞ്ഞല്ലേ ധ്യാനത്തിലിരിക്കും, സമുദ്രത്തിൽ മുങ്ങി നനഞ്ഞ് കുളിച്ച് വിറങ്ങലിച്ച് രാവണൻ ഒരു ചാക്കുകെട്ട് പോലെ എന്ന് നമുക്ക് പറയാം, അല്ലെ തടിക്കഷണം പോലെ ബാലിയുടെ വാലിൽ ചുരുണ്ട് കിടന്നു.
ഇങ്ങനെ 4 ദിക്കിലും സമുദ്രത്തിൽ ചാടി ഇയാളെ വെള്ളം കുടിപ്പിച്ച് തിരിച്ച് കരയിൽ കയറി ഇരുന്ന് സ്നാനവും കഴിഞ്ഞിട്ട് ധ്യാനവും കഴിഞ്ഞിട്ട് തിരിച്ച് കിഷ്കിന്ധയിലെത്തി. അപ്പോ ഇവര് വരുന്ന വഴിക്കുള്ള സ്ത്രീജനങ്ങളും മനുഷ്യരെല്ലാം കണ്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. ബാലിയുടെ വാലില് ഇങ്ങനെ തടിക്കഷ്ണം പോലെ വരിഞ്ഞു മുറുകി കിടക്കുന്ന രാവണൻ, 10 തലയുള്ള രാവണൻ, മഹാബുദ്ധിമാനായ ലങ്കയിലെ രാവണന്. ആ രാവണൻ നാണം കെട്ട് ഒരു രക്ഷയില്ല. ഈ വാലിന്ന് രക്ഷപ്പെടണ്ടേ, തിരിച്ച് കിഷ്കിന്ധയിൽ വന്ന് ബാലിയോട് അടിയറവ് പറഞ്ഞു. അങ്ങനെ ബാലി രാവണനെ കെട്ടിൽ നിന്ന് വിമുക്തനാക്കി അങ്ങ് വിട്ടു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ബാലിയുടെ കഥ വളരെ രസകരമായിട്ടുള്ള കഥയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കഥാഭാഗം തന്നെ കുഞ്ചൻ നമ്പ്യാര് നമ്മുടെ അദ്ദേഹത്തിന്റെ തുള്ളലിൽ വിവരിച്ചിട്ടുണ്ട്. ഒക്കെ പഠിക്കാനും ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കാനും ഉണ്ടായിരുന്നു. അതല്ല 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 അത് മാറിക്കിടക്കട ചട, അത് ഭീമനെ മഹാഭാരതത്തിലാണ് ഹനുമാൻ പരീക്ഷിച്ചതാണ്. രണ്ടുപേരും വായുപുത്രന്മാരാണ്. ഹനുമാൻ വായുപുത്രനാണ്, ഭീമനും വായുപുത്രനാണ്. അപ്പൊ അത് പരീക്ഷിച്ചതാണ്. അതൊക്കെ പിന്നീട് ആ കഥ പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇത് ബാലി രാവണനെ ഒന്ന് വഹിപ്പിച്ചതാണ്. അപ്പോ ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. അപ്പോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോഴേ ടീച്ചറമ്മയ്ക്ക് അതിന്റെ റിപ്ലൈ തരാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ അല്ലേ? ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയണമല്ലോ. നമസ്തേ.